ഇതാണ് നമ്മൾ ആ പൊട്ടി ഉണങ്ങിയ പാവം. പക്ഷെ നമ്മളൊരു മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ചോ അല്ലെങ്കിൽ നൈസ് കോട്ടൺ തുണിയോ നമുക്ക് എടുക്കാവുന്നതാണ്. വർക്കൗട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ശരിക്കും പൊട്ടിയിട്ടുണ്ട് എൻ്റെ കാലിൻ്റെ പെയിനൊക്കെ മാറി. നമുക്ക് നമ്മുടെ വർക്കിലോട്ട് പോകാനായിട്ടുള്ള കുഞ്ഞ് സെക്ഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വർക്കൗട്ട് സെക്ഷൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ 1 1 2 ഈ മുട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കാലിങ്ങനെ പൊക്കി കൊടുക്കുക. 1 2 3 4 5. അപ്പോൾ പറ്റില്ലാത്തവർ നമ്മൾ ഭിത്തിയെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് പിടിക്കാം. ഈ ജെൻസിൻ്റെ സൈസ് സോക്സ് വാങ്ങിക്കണം. അപ്പം നമ്മുടെ ഈ ഭാഗം നല്ല അയഞ്ഞത് കിട്ടും. നമുക്ക് ലേഡീസിൻ്റെ സോക്സ് എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അത് നമുക്ക് അത്ര സെറ്റല്ല. അപ്പം എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഈ സോക്സ് കാലിൽ വേരിക്കോസ് ഉള്ളവർക്ക് രാവിലെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. രാവിലെ വന്നു നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞിരുന്നു നേരെ നിന്നിട്ട് അത് നമ്മുടെ കാല് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ 1 1 2 ഈ മുട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കാലിങ്ങനെ പൊക്കി കൊടുക്കുക. 1 2 3 4 5. അപ്പോൾ പറ്റില്ലാത്തവർ നമ്മൾ ഭിത്തിയെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് പിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൈ പുറകെ കെട്ടി ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ നമുക്ക് അടുത്ത നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കുക, താത്തുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, താത്തുക. അപ്പോൾ നമ്മൾ ഭിത്തിയെ കാല് പിടിച്ചിട്ട് നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ സ്ട്രെച്ചിങ് കൊടുക്കാം. അതിനോടൊപ്പം ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത സെക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ അത്രയും ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് സ്കിപ്പിംഗ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് സ്കിപ്പിംഗ് റോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചാടി കൊടുക്കുക. 1 2 3 4 5 6. പിന്നെ വെയിറ്റ് കൂടുതലോ കാര്യങ്ങളോ ഉള്ളവർ അത് നോക്കണ്ട. നമുക്ക് ചെറുതായിട്ട് നിങ്ങളിങ്ങനെ ഭിത്തിയെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചാടി കൊടുത്തത് അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാലിൻ്റെ സ്കിപ്പിങ് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ നേരെ ഈ കൈ ഇങ്ങനെ പൊക്കി ചെയ്യാവുന്നതാണ്. 2 3 4 5 6. അപ്പോൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഭിത്തിയോട് ചേർന്ന് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് സിറ്റപ്പ് ചെയ്ത് കൊടുക്കാം. നേരെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ജസ്റ്റ് ഇരിക്കാൻ പറ്റുന്നോ നോക്കുക. 1 2. ആദ്യം നമ്മൾ ഒരുപാട് താന്ന് കൊടുക്കണ്ട. ഇപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മസിലൊക്കെ ഒന്ന് പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് അയഞ്ഞ് സെറ്റ് ആവാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കാവോ നോക്കുക. എങ്ങനെയാണ് നമ്മുടെ കാലൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 3 4 5 6. ഇത് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കാല് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ കാല് പൊക്കിയിട്ട് നമുക്കൊരു നല്ല സ്ട്രെച്ചിങ് കിട്ടുന്ന രീതിയിൽ നിന്ന് കൊടുക്കാം. വീണ്ടും കാലിങ്ങനെ വെക്കുക. അപ്പോൾ ഭിത്തിയെ പിടിച്ചുകൊണ്ട് പൊക്കിയാൽ മതി. 1 2. അത് ഇപ്പം നേരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നിർത്താനായിട്ട്. അത് പറ്റുന്നില്ലെങ്കിൽ ഒരു കൈയോ 2 കൈയോ നിങ്ങൾ ഭിത്തിയെ പിടിച്ചിട്ട് കാല് നെക്സ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക, താത്തുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, താത്തുക. എന്നിട്ട് ഒന്ന് നമ്മളൊരു ഭിത്തിയിൽ ഇങ്ങനെ ഒന്ന് ബേസ് ചെയ്ത് നിന്നിട്ട് നമ്മുടെ ഈ വിരളാത്തി പൊക്കുക. നമ്മുടെ ഉപ്പുറ്റി പൊക്കി വിരള ഉപ്പുറ്റി ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു 1 2 3 4 5 6. ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ പുറകോട്ട് നമ്മൾ തള്ളി വരരുത്. ബോഡി ഒരേ ലെവലിൽ വെച്ചിട്ട് കാല് ഇങ്ങനെ പൊക്കുകയാണ് നല്ലത്. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും പിടിക്കാതെ ഇങ്ങനെ നിന്നിട്ട് തരണം. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി ലെവലായിട്ട് തന്നെ നിൽക്കുക. ഇത് പഠിച്ചിട്ട് നിങ്ങൾ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കാലിനൊരു പെയിൻ ഉണ്ടായാൽ കാലൊന്ന് അയച്ചു കൊടുത്തു. അടുത്തെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഹീലൊന്ന് റേസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അതിന് കൈ പിടിക്കണം. ഇതുപോലെ തന്നെ ബോഡി ലെവലായിട്ട് വെക്കുക. ഒരിക്കലും ബോഡി ഇങ്ങനെ ഇരുന്ന് ഹീൽ ചെയ്യരുത്. നേരെ വെച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 14. റിലാക്സ്. അപ്പോൾ നമ്മൾ കാല് പിടിക്കും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ കാലൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. 1 2 3 4 5 6 7. ഇത് കൊടുത്തു. അത് കഴിഞ്ഞ് കാലിന് സ്ട്രെച്ചിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വിരൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. 1 2 3 4 5 6. കട്ടിൽ നേരിടുമ്പോൾ തന്നെയാണെങ്കിലും ആദ്യം ബട്ടർഫ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കാല് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിടിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിവിടെ പിടിച്ച് കിട്ടാൻ കഴിയുമ്പോൾ ഈ 2 കാലോട് ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് ബട്ടർഫ്ലൈ എത്ര പ്രാവശ്യം വേണമെങ്കിലും കിടക്കുന്നതിന് മുമ്പ് രാവിലെ എപ്പോഴും ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ്
വേരിക്കോസിനും PCOD-ക്കും ഒക്കെ നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ എല്ലാവർക്കും ഈ 2 സംഭവങ്ങളാണ് മെയിനായിട്ട് ലേഡീസിനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റും കൂടെ ഒന്ന് മാറ്റിയിടണേ. നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. നമ്മുടെ എല്ലാ അസുഖത്തിൻ്റെ തുടക്കവും കാലിൽ നിന്നാണ്. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നീർക്കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാർലരിയിട്ട വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ ഒപ്പം നമുക്കൊരു അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ മലരിട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കാം. ഡെറ്റോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ആ നനവ് പോണതിന് മുമ്പ് തന്നെ ഒരു 2-3 തുള്ളി ഡെറ്റോൾ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു വെക്കുക. ഒരുപാട് വേണ്ട, 2-3 തുള്ളി. ഇത് നമ്മുടെ ഫേഷ്യലിൻ്റെ ചെയ്യുന്ന ഒരു സ്പോഞ്ചാണ്. നിങ്ങൾക്ക് കനം കുറഞ്ഞ ഒരു തുണി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഞെക്കി പിടിക്കുക. ഈ വെരിക്കോസ് ഉള്ളവർക്ക് കാലിന് നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പം നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സും കൂടുതലായിരിക്കും. അപ്പം വൈകിട്ട് നമ്മൾ ഇങ്ങനെ നൈസായിട്ട് ചെറിയ തണുപ്പിൽ ഡെറ്റോൾ തൂത്ത് ക്ലിയർ ചെയ്യുക. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ കാലിൻ്റെ ഭാഗം എല്ലായിടും ഇങ്ങനെ തുടച്ചു കൊടുത്ത്. സോക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ജെൻസിൻ്റെ സൈസ് സോക്സ് വാങ്ങിക്കണം. അപ്പം നമ്മുടെ ഈ ഭാഗം നല്ല അയഞ്ഞത് കിട്ടും. നമുക്ക് ലേഡീസിൻ്റെ സോക്സ് എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അത് നമുക്ക് അത്ര സെറ്റല്ല. അപ്പം എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഈ സോക്സ് കാലിലിട്ട് കഴിയുമ്പോൾ കാലിന് നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. നമുക്ക് ഉറക്കക്കുറവുണ്ടാവില്ല. ബോഡി ഫുള്ളൊന്ന് ക്ഷീണമായി നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം ഈ ടിപ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വെരിക്കോസ് ഉള്ളവർ, കാലിന് മഴക്കാലത്ത് ചൊറിച്ചിൽ പ്രശ്നങ്ങളുള്ളവർ അതിനായിട്ട് നോക്കാം. അപ്പം എൻ്റെ ഈ കാലെന്നൊക്കെ പറയുമ്പം കണ്ടാൽ അറിയാം, നമ്മുടെ ഈ വിരലുകൾ ഇങ്ങനെ അടുത്തിരിക്കുന്ന ഒരു കാലാണ്. അപ്പം ചിലർക്ക് വിരൽ അടുപ്പിൽ ഇതിപ്പോൾ ഒരു ദിവസം ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ നല്ല നീരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കും. അപ്പോൾ രാത്രി വന്നു കഴിയുമ്പം നമ്മൾ ശരിക്കും സോപ്പല്ല യൂസ് ചെയ്യുന്നത്, ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലൊന്ന് മുക്കി. അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും കാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നിട്ട് ചെയ്ത് കൊടുക്കണം. അല്ല നമ്മുടെ സ്കിന്നൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. അപ്പം മക്കൾക്കൊക്കെ അങ്ങനെ ചെയ്ത് അവരെ പഠിക്കും. വർക്കൗട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ശരിക്കും പൊട്ടിയിട്ടുണ്ട് എൻ്റെ കാലിൽ. ഇതാണ് നമ്മൾ ആ പൊട്ടി ഉണങ്ങിയ ഭാഗം. പക്ഷെ നമ്മളൊരു മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല, തന്നെ അതങ്ങ് ഹീലായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെയ്യാം. യോഗയോ കാർഡിയോ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിങ്ങനെ മെഡിസിൻ ഇല്ലാതെ കറക്റ്റായിട്ട് ഹെൽത്തായിട്ട് ഇരിക്കാമെന്നാണ്. മെഡിസിനിലോട്ട് പോയാൽ ഒരു അസുഖത്തെ തുടർന്ന് നമ്മൾ വേറെ അസുഖത്തിലോട്ട് എത്തേണ്ടി വരും. അപ്പോൾ എൻ്റെ കാലിൻ്റെ വെരിക്കോസും ബോഡിയിലും നീർക്കെട്ടും അങ്ങനെ കുറേ ഇഷ്യൂള്ള ഒരാളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നമ്മളൊരു ഹെൽത്തിലാണ്. അപ്പം ചില ടിപ്സുകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിലിരിക്കും. ചൊറിച്ചിലൊന്നും ഉണ്ടായി സ്കിന്നൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ പറ്റില്ലാതെ വരും. ഈ മഴ നനഞ്ഞിട്ടുള്ള ചെരുപ്പുകൾ, നമ്മൾ ഷൂസുകളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ അതിലൊക്കെ ബാക്ടീരിയ ഒക്കെ കൂടി നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകും. പിന്നെ അത് ഒരു കാരണം വരെ നമുക്ക് പനിക്കും നമ്മുടെ വേറെ അസുഖങ്ങൾക്ക് ബോഡിയിൽ നീർക്കെട്ടൊക്കെ വരാനായിട്ട് വളരെ എഫക്റ്റാണ്. ബോഡിക്കൊരു വണ്ണം വെച്ചത് അതിൻ്റെ ഒരു ആക്സിഡൻറ്റ് വന്നതിൻ്റെ ചെറിയ ഒരു സൈഡ് എഫക്റ്റാണ്. 11 വർഷമായിട്ട് ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെഡിസിൻ എടുത്തപ്പോൾ നമുക്ക് ബോഡിയിൽ അതൊരു ചിക്കപ്പായിട്ട് മാറി. അല്ലെങ്കിൽ പതുക്കെ ശീലമാകും. രാത്രിയിൽ നമ്മളിന്ന് നമ്മുടെ കാലുകളിൽ ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ എല്ലാ കാലത്തും വേണം, പ്രത്യേകിച്ച് മഴക്കാലത്താണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണ്? ഓക്കെ, താങ്ക് യു.